രാഷ്ട്രീയത്തിന് ഇത് എന്ത് പറ്റി? ഒരിടത്ത് പാർട്ടി മാറൽ, മറ്റൊരിടത്ത് പിന്നീന്ന് കുത്തൽ, ഒരിടത്ത് പാർട്ടിയെ തള്ളിപ്പറയൽ, മറ്റൊരിടത്ത് അവഗണന. കുറച്ചു സമയം കോൺഗ്രസ് നേതാക്കളും കോമ്രേഡ്സും ഒന്ന് മാറി നിൽക്കൂ. ഇനി ഞങ്ങളുടെ ജിമാരുടെ കലാപരിപാടികളാണ്. BJPയിലെ പല നേതാക്കളോടും അവരുടെ നയങ്ങളോടും പിണങ്ങി സന്ദീപ് വാര്യർ. തക്ക സമയം നോക്കി സന്ദീപ് വാര്യരെ ചാക്കിട്ട് പിടിക്കാൻ റെഡിയായിരുന്നു മറ്റു മുന്നണികൾ. പാലക്കാട് തെരഞ്ഞെടുപ്പ് തീയതി 20-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും ഓരോ പാർട്ടിയിലും ആരൊക്കെ കാണുമെന്തോ. ഇന്നലെ വരെ കൈപിടിച്ച് നടന്നവർ ഇന്ന് ചെങ്കൊടി ഏന്തുന്നു. ഇന്നലെ വരെ താമരയെ നെഞ്ചോട് ചേർത്തവർ ഇന്നതിന്റെ തണ്ടൊടിക്കുന്നു. അങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, അഗ്നിപർവ്വതം പുകയുകയാണ് കോൺഗ്രസിനകത്തും BJPക്കകത്തും എന്നത്. വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും. പൊട്ടിത്തെറികളുടെ ഒരു പരമ്പരയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും വരും ദിവസങ്ങളിലും വലിയ പൊട്ടിത്തെറികൾക്ക് വേണ്ടി കാത്തിരിക്കുക. അതെ, പൊട്ടിത്തെറിച്ചു. ജിമാരുടെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടുകൊണ്ട് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുള്ള വികാരം മുഴുവൻ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പാർട്ടിയിൽ നിന്നും പലയിടത്തുനിന്നും പല രീതിയിൽ അപമാനവും അവഗണനയും നേരിട്ടു. അതുകൊണ്ട് സന്ദീപ് വാര്യർ പാർട്ടി വിടാൻ പോവാണെന്നാണ് നാട്ടുവർത്താനം. അദ്ദേഹമല്ല, ആരും തന്നെ പിണക്കത്തിലല്ല. നിങ്ങൾ നേരത്തെ പല പേരുകളും പറഞ്ഞു. ശരിക്കും നിങ്ങൾ അവരെയൊക്കെ അപമാനിക്കുക. അവരാരും തന്നെ പിണക്കത്തിലല്ല. BJPക്ക് അതിനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ഞങ്ങളുടെ പാർട്ടി സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അറിവില്ലായ്മയാണ്. ആണല്ലേ? നമുക്ക് BJPയുടെ ആ ഒരു സംഘടനാ രീതി അറിയാത്തതിന്റെ പ്രശ്നമാണ്. അപ്പോൾ BJPയുടെ എല്ലാ രീതികളും മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മുടെ സന്ദീപ് വാര്യർ ജി എന്ന് പറയണോ? അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ സന്ദീപ് ഏട്ടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സുരേന്ദ്രൻജി, സന്ദീപ് ഏട്ടന്റെ FB പോസ്റ്റ് കണ്ണു തുറന്ന് കണ്ടല്ലോ അല്ലേ? ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കേവലം ഒരു പരിപാടിയിൽ സംഭവിച്ച അപമാനമല്ല, ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ്. ഇങ്ങനെയാണ് സന്ദീപ് ഏട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സുരേന്ദ്രൻജി പറഞ്ഞത് എത്ര കറക്റ്റാ. ഈ ഒരു പ്രത്യേക രീതിയിലുള്ള സംഘടനാ രീതി നമുക്കാർക്കും മനസ്സിലാവില്ല സുരേന്ദ്രൻജി. ഏതായാലും ഈ നിമിഷം മുതൽ നമുക്ക് എന്തും നേരിടാൻ തയ്യാറായിരിക്കും. ഇനി പറയൂ സുരേന്ദ്രൻജി, സന്ദീപ് ഏട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടില്ല, കണ്ടിട്ട് പരിശോധിച്ചിട്ട് പറയാം. അതിലിപ്പോ ഇത്ര കാണാനൊന്നുമില്ല. സന്ദീപ് വാര്യർ മാറി നിൽക്കരുതെന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും 5-6 ദിവസമായിട്ട് ഒരാൾ പോലും മൂപ്പരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആ വഴി ചെന്നിട്ടില്ല എന്നാണ് പുള്ളിയുടെ പരാതി. ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പാലിക്കേണ്ട പഥ്യങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണും. അപ്പ സുരേന്ദ്രൻജി 2ാമതും 3ാമതും 4ാമതും ഒക്കെ വരേണ്ടി വരും കേട്ടോ. കാരണം ജിമാരെ സംബന്ധിച്ചിടത്തോളം ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിറയെ അപാകതകളാണ്. CPMന്റെ നേതാക്കന്മാർ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ നോക്കുകയാണ്. സരിനെ അങ്ങനെയാണല്ലോ എടുത്തത്. CPMനെ സംബന്ധിച്ചോളം പാലക്കാട് ജില്ലയിൽ CPMന്റെ ഓരോ ദിവസവും CPM താഴോട്ടാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ അവർക്ക് ഒരു ജനകീയ മുഖങ്ങളെ കിട്ടുമെന്നുള്ള ശ്രമത്തിലാണ്. സരിനെ അങ്ങനെയാണല്ലോ എടുത്തത്. ഇപ്പോൾ സന്ദീപിനെ സമീപിച്ചു. സ്വാഭാവികമായിട്ടും ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ള നേതാക്കന്മാർ ആരെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്കും സന്ദീപിനും ഒന്നും ഈ പ്രസ്ഥാനം വിട്ടുപോകാൻ ഒരിക്കലും കഴിയില്ല. ഇത് എവിടെയായിരുന്നു? നിങ്ങളായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ഞാനും സന്ദീപും ചങ്കുമാണ്, ഒരു പ്ലേറ്റിലുണ്ട്, ഒരു പായിൽ ഉറങ്ങി, തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. നിങ്ങൾക്കുള്ള ചായയും പരിപാടിയും ആ പോസ്റ്റിലുണ്ട്, വായിച്ചേൽപ്പിക്കാം. കൃഷ്ണകുമാരേട്ടൻ ചാനലിൽ പറയുന്നത് കേട്ടു, ഞാനും സന്ദീപും യുവമോർച്ച കാലം മുതൽ ഒരുമിച്ച് പ്രവർത്തിച്ചതാണെന്ന്. ഏട്ടാ, നമ്മൾ ഒരിക്കലും യുവമോർച്ചയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ല. ഏട്ടൻ എപ്പോഴെങ്കിലും എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ? ഇതാണ് പോസ്റ്റിലെ വരികൾ. ഇനി പറ, ഇപ്പൊ എന്ത് തോന്നുന്നു? എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഞാൻ FB പോസ്റ്റ് കണ്ട് സന്ദീപ് എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്. സന്ദീപിന് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, സന്ദീപിൻ്റെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ദീപുമായിട്ട് സംസാരിച്ച് ഞാൻ അതിൽ പരിഹാരം കാണും. അതെയോ? എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? സന്ദീപ് ഏട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമം ഈ കൃഷ്ണകുമാർജിയോട് പറഞ്ഞ പോരായിരുന്നോ? എല്ലാത്തിനും ദിപ്പ പരിഹാരം കണ്ടേനെ. അപ്പോഴേ കൃഷ്ണകുമാർജി, ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ദിപ്പ തന്നെ അങ്ങോട്ട് പരിഹരിച്ചാലോ? പ്രോബ്ലം നമ്പർ 1, BJPയുടെ പല പരിപാടികളിലും അവഗണനയും അപമാനവും നേരിടുന്നു. സൊല്യൂഷൻ എന്ത്? അതൊക്കെ
ഒരു പ്രവർത്തകന് നമ്മുടെ സഹപ്രവർത്തകന് വിഷമമുണ്ടായാൽ, മാനസികമായിട്ട് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകളുണ്ടായാൽ ഞാൻ അത് പരിഹരിക്കും. പ്രോബ്ലം നമ്പർ 2. സന്ദീപ് വാര്യരുടെ അമ്മ മരിച്ചപ്പോൾ മറ്റു മുന്നണിയിലെ എല്ലാവരും ഓടി വന്ന് ആശ്വസിപ്പിച്ചു. നിങ്ങളാരും ഒരു റീത്ത് പോലും വെച്ചില്ല. പോട്ടെ, ഫോണിൽ വിളിച്ചു പോലും ഒരു ആശ്വാസ വാക്ക് പറഞ്ഞില്ല. ഇതാണ് അടുത്ത വിഷമം. അത് അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് ഞാൻ വായിച്ചിട്ട് പറയാം. ഞാൻ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ച സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചതാണ്. FB പോസ്റ്റ് വായിച്ചിട്ട് പറയുന്ന നിങ്ങൾ എന്നല്ലേ തുടക്കത്തിൽ പറഞ്ഞത് FB പോസ്റ്റ് വായിച്ചു എന്ന്? അല്ല, അത് ഞാൻ സന്ദീപുമായിട്ട് സംസാരിക്കാം. അത് അദ്ദേഹത്തിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ഞാൻ ആ സമയത്ത് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചതാണ്. ഞാൻ നേരിട്ട് വിളിച്ചതാണ്. എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ അത് സന്ദീപേട്ടന് ഓർമ്മയില്ലല്ലോ. അങ്ങനെ ഒരു കാര്യേ നടന്നിട്ടില്ല എന്നല്ലേ സന്ദീപേട്ടൻ പറയണത്. ഇങ്ങനത്തെ കാര്യത്തിൽ എന്തായാലും ഒരാൾ കള്ളം പറയില്ലല്ലോ. അത് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞോ? ഞാൻ നോക്കട്ടെ, ഞാൻ കാണട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ FB പോസ്റ്റ് കാണട്ടെ. ഒരു BJPയുടെ സംഘടനയുടെ ആത്മാർത്ഥതയുള്ള, സംഘടനയിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. പാവം കൃഷ്ണകുമാർജി സന്ദീപേട്ടന്റെ FB പോസ്റ്റിന്റെയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുടെ മുന്നിൽ വേർത്തുപോയി. സന്ദീപ് വാര്യരുടെ ഉള്ളിൽ കുറേ വിഷമങ്ങളുണ്ട്. ഇടയ്ക്കും തലക്കായിട്ട് അത് പലരോടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരനക്കം ഇല്ല. കഴിഞ്ഞ ദിവസം കുറച്ച് കാഠിന്യത്തിൽ തന്നെ സൂചിപ്പിച്ചു. എന്നിട്ടും ഒരനക്കം ഇല്ല. നേതാക്കൾ ആരെങ്കിലും ഇന്ന് വരും നാളെ വരും എന്നോർത്ത് ആ പാവം കാത്തിരുന്നു. ആരും വന്നില്ല. പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ഈ അവസാന നിമിഷം ഒരാൾ വന്ന് കണ്ടു. മൂപ്പരക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് പറയാനും ഉണ്ടായില്ല. അത്ര ഞാൻ പറഞ്ഞല്ലോ, ഈ സമവായം പരിഹാരം പരിഹാരം ഉണ്ടാകുന്ന സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞു. ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തില്ല. സന്ദീപേട്ടൻ വിഷമിക്കാണ്ടിരിക്കെ. സന്ദീപേട്ടന്റെ കണ്ണൊന്ന് നിറഞ്ഞ ചങ്ക് പടയണ പലരുണ്ട് ഇവിടെ. പിന്നെ എന്തിനാ മുത്തേ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കണത്? വ്യക്തിപരമായി നല്ല മനുഷ്യനാണ് അദ്ദേഹം. ദാർശനിക തലത്തിൽ നിന്ന് നോക്കിയാൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം RSSുമായി പൊരുത്തപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല, പല കാരണങ്ങളായി. ഓച്ചോടാ, നല്ലൊരു മനുഷ്യൻ, തങ്കപ്പെട്ട മനസ്സ്, നിഷ്കളങ്കൻ. ബാലൻ സഖാവിന്റെ വാക്കുകളില് സ്നേഹം പഴിഞ്ഞൊഴുകുന്നത് കണ്ടില്ലേ സന്ദീപേട്ടാ? അപ്പോൾ ശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന് അവരുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും RSSന്റെ സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാണപ്പെട്ട ദൈവമാണ് ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ കണ്ണിലുണ്ണിയാണ്. അയാൾ മനസ്സ് തുറക്കട്ടെ. അന്നേരം ഇന്നലെ പറഞ്ഞു ഞാൻ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആശയവും ഞങ്ങളുടെ രാഷ്ട്രീയവും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും എന്ന് പറയുന്നത് തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ്, പാവപ്പെട്ടവൻ്റെ രാഷ്ട്രീയമാണ്. അത് ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരാൾക്കും ഈവൺ RSS നാട് വരുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ വന്നിട്ടില്ല ഞങ്ങളുടെ കൂടെ. അതിൽ മനം മടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല. കോൺഗ്രസ്സുകാർ വന്നിട്ടില്ല. ഇപ്പോൾ എത്ര കോൺഗ്രസ്സുകാരുണ്ട് ഞങ്ങളുടെ കൂടെ? കുറച്ച് മുന്നേ സന്ദീപ് വാര്യർ ഇങ്ങനെ വരികയായിരുന്നെങ്കിൽ നമുക്ക് പീസരിന് പകരം സന്ദീപ് വാര്യരെ സ്ഥാനാർത്ഥിയാക്കായിരുന്നു അല്ലേ സഖാവേ? ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നില്ലോ എന്നുള്ളതല്ല, വരാൻ തീരുമാനിച്ച് നിലപാട് പ്രഖ്യാപിച്ചാൽ അപ്പോൾ പാർട്ടി തീരുമാനം. സന്ദീപ് വാര്യർക്ക് വേണ്ടി സംസാരിക്കാൻ എല്ലാരും ഇങ്ങനെ ധൃതി പിടിക്കല്ലേ? എല്ലാരും ക്യൂ പാലിക്കൂ. ഓരോരുത്തരായിട്ട് വാ. ഇപ്പോൾ ഈ മാധ്യമ ശ്രദ്ധയും ഈ വലിയ പരിവേഷവും വീരാരാധനയും ഒക്കെ എത്ര ദിവസം ഉണ്ടാവും? അപ്പോൾ സന്ദീപ് വാര്യരെ പൂർണ്ണമായി തള്ളാനാണ് പാർട്ടി തീരുമാനം. BJP സന്ദീപ് വാര്യരെ തള്ളിയെങ്കിലും നമ്മുടെ കോമ്രേഡ്സും കോൺഗ്രസ് നേതാക്കളും ഇടം വലം നിന്ന് സന്ദീപ് വാര്യരെ സ്നേഹിക്കുന്നുണ്ട്. സന്ദീപേട്ടന്റെ കണ്ണീര് തുടയ്ക്കാൻ മത്സരിക്കുന്നുണ്ട്. 1 മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്ന വിഷയമാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. 1 മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്ന വിഷയമാണ്. ഈഗോ കാരണം തീർക്കാതെ അത് മുറിവ് പഴുത്ത് അത് പുണ്ണാക്കി മാറ്റിയത്. അടയും ചക്കരയായിരുന്ന സുരേന്ദ്രൻജിയും സന്ദീപ് വാര്യരും അങ്ങനെ പുതിയ യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പാർട്ടിയെ തള്ളിപ്പറയുന്നു, പാർട്ടി തള്ളിപ്പറയുന്നു, പിന്നെയും പാർട്ടിയെ തള്ളിപ്പറയുന്നു, വീണ്ടും പാർട്ടി തള്ളിപ്പറയുന്നു. എന്തായാലും ഒന്നിരട്ടി വെളുത്തപ്പോഴത്തേക്കും സന്ദീപ് വാര്യരെ വിശുദ്ധരാക്കിയ പലരുണ്ട് കോൺഗ്രസിലും ഇടതുപക്ഷത്തും. സന്ദീപ് വാര്യര് ഇടത്തേക്ക് പോവോ വലത്തോക്ക് പോവോ എന്നറിയാൻ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ് എല്ലാവരും. അടുത്തതായി നമ്മൾ കാണാൻ പോണത് ഒരു ഷെയ്ക്ക് ഹാൻഡ് വരുത്തിവെച്ച വിനയും അപമാനവും എന്ന വിഷയമാണ്. വേദിയിലേക്ക് വരുന്നു ഡോക്ടർ പി സരിൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആൻഡ് ഷാഫി പറമ്പിൽ. ഇനി കാണിക്കുന്ന ദൃശ്യങ്ങൾ മനസ്സിന് കട്ടിയുള്ളവർ മാത്രം കണ്ടാൽ മതിട്ടാ. ഒരു മനുഷ്യനെ ടീമായി അങ്ങ് അവഗണിക്കുന്നതാണ് നമ്മൾ കാണാൻ പോണത്.
BJP നേതാവ് നടേശന്റെ മകളുടെ വിവാഹ ചടങ്ങാണ് വേദി. പല പ്രമുഖരും വളരെ സന്തോഷത്തോടെ ഒരുമിച്ചെത്തിച്ചേർന്ന ഒരു വിവാഹവേദി. അങ്ങനെ നിൽക്കുമ്പോ ഒരു സൈഡിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വരുന്നു, മറ്റേ സൈഡിൽ നിന്ന് P സരിനും AV ഗോപിനാഥും വരുന്നു. ഗോപിനാഥിനെ കണ്ട ഉടനെ രാഹുലും ഷാഫിയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, കുശലം പറയണു. ആഹാ, ഗുരുത്തുള്ള കുട്ടികൾ എന്നെ. അതെ, നിങ്ങളുടെ അടുത്ത് ഇവിടെ സരിനേട്ടൻ ഉണ്ടിട്ടാ. മൂപ്പരെ കൂടി ഒന്ന് മൈൻഡ് ആക്കട്ടാ. പാവം ശ്രദ്ധ കിട്ടാൻ വേണ്ടി അതിന്റെ ഒരു തത്രപ്പാട് കണ്ട. ഇനിയാണ് ഹാർട്ട് ടച്ചിങ് സീൻ. ഗോപിനാഥനെ കെട്ടിപ്പിടിച്ച സ്ഥിതിക്ക് സരിനേട്ടൻ ഒരു ഷെയ്ക്ക് ഹാൻഡെങ്കിലും തരുന്നു വിചാരിച്ചു. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഒന്നും മുഖത്ത് പോലും നോക്കിയില്ല. ഒരു ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടി ഷാഫി ഷാഫി പോവല്ലേ പോവല്ലേന്ന് ആ പാവം തൊണ്ടകീറി വിളിച്ചു. രണ്ടാളും മൈൻഡാക്കിയില്ല. ഇതെന്ത് പണിയാണ് രാഹുൽ ബ്രോ കാണിച്ചത്? രാഷ്ട്രീയമാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? പൊതുമധ്യത്തിൽ വെച്ച് മൂപ്പരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു ട്ടാ. എന്റെ പ്രവൃത്തിയും വർത്തമാനവും തമ്മിൽ നല്ല ബന്ധവും ആത്മാർത്ഥതയൊക്കെ ഉള്ള ആളാണ്. നമ്മൾ ഈ ചാനലുകളുടെ മുന്നിൽ നിങ്ങൾക്കൊരു വാർത്ത തരാൻ വേണ്ടി അഭ്യാസങ്ങൾ കാണിക്കുക. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയുടെ മുന്നിൽ പോയി ഒരു വാർത്ത ഉണ്ടാക്കി. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പം റിപ്പോർട്ടർ ചാനലല്ലേ, റിപ്പോർട്ടർ ചാനൽ ഒരു മര്യാദയില്ലാതെ ഉമ്മൻചാണ്ടി സാറിനെ തള്ളിയും പറഞ്ഞു. ഞാൻ കുറച്ച് ആത്മാർത്ഥതയൊക്കെ ഉള്ള ആളാണ്. ഞാനിപ്പോൾ നിങ്ങളോട് ചിരിച്ചാൽ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പരിഭവം പറയുമ്പം ആത്മാർത്ഥമായിട്ടാണ് പരിഭവം പറയുന്നത്. എന്റെ പ്രവർത്തിക്ക് ഒരു ആത്മാർത്ഥതയുണ്ട്. എനിക്ക് അങ്ങനെ ഈ അഭ്യാസം പറ്റില്ല. ഷാഫി ഷാഫി എന്നല്ല ആ പാവ ഏറ്റവും കൂടുതൽ വിളിച്ചത്. ഷാഫി ബ്രോയോ എന്നിട്ട് ഒരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ. ഞാൻ മിണ്ടിയായിരുന്നു. എന്നോട് പറഞ്ഞു ഷാഫി ഇപ്പുറത്തുണ്ട് എന്നോട് അവൾക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പുറത്ത് തന്നെ ഉണ്ടാവണേന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞായിരുന്നു. സരിന്റെ അടുത്ത് അങ്ങനെ പെരുമാറിയതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വിശദീകരണം ഉണ്ടാവും. പക്ഷെ ഇതിൽ പ്രതിഷേധിച്ച് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മുടെ കോംറേഡ്സ് അടുത്തതായിട്ട് വെക്കാൻ പോണത്. ഞങ്ങൾ ഇവിടെ കൈകൊടുക്കൽ ക്യാമ്പയിൻ നടത്താൻ പോവാണ്. കാണുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ കൈ കൊടുക്കും. കോൺഗ്രസ്സുകാരനും കൊടുക്കും, BJP-കാരനും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. എങ്ങനെയുണ്ട്? വെറൈറ്റിയല്ലേ? അവർ വിദ്യാർത്ഥികളല്ലേ, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ ഇത്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനുള്ളതിന് ഇതാദ്യമായിട്ടല്ല രാഹുലും ഷാഫിയും P സരിനും മുഖം കൊടുക്കാതിരിക്കണത്. എന്തായാലും ഇതിൽ ആര് ചെയ്യണതാണ് ശരിയെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ അറിയാം. വല്ലാണ്ടങ്ങ് ആളിക്കത്തി. ഇപ്പൊ കത്താൻ ചാരെങ്കിലും ഉണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കേണ്ട അവസ്ഥയായി. നമ്മുടെ ശോഭേച്ചിയുടെ കാര്യമാണ് പറയണത്. വാർത്താ സമ്മേളനങ്ങൾ നടത്തി ഷൈൻ ചെയ്ത് ലാസ്റ്റ് ഉത്തരം മുട്ടിപ്പോയ ശോഭേച്ചിയുടെ കഥയാണ് അടുത്തതായി പറയാൻ പോകുന്നത്. 24ന്റെ മുന്നിൽ ഒന്നും പറയാൻ വരുന്നില്ലെന്ന് തീരുമാനിച്ച് 24ന്റെ മൈക്ക് കാണുമ്പോൾ മെല്ലെ വാതിലടയ്ക്കാൻ നമ്മുടെ ശോഭേച്ചി തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോണത് ഇങ്ങനെ ശോഭ ചേച്ചി വാതിലടയ്ക്കാനുണ്ടായ കാരണമാണ്. ആ കഥ ചേച്ചി തന്നെ പറയും. ഭാരതീയ ജനതാ പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച ആ കാഴ്ച ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ പാർട്ടിയുടെ വളർച്ചയിൽ ചേച്ചിയുടെ വളർച്ച പലരും കാണുന്നില്ലേ എന്നൊരു സംശയം. അതിലൊരു തീരുമാനം ഉണ്ടാക്കണല്ലോ. കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയെ തകർക്കാൻ ഒരു ടൂളുമായി ആരാണ് ചേച്ചി അത്? ചേച്ചി ഈ പറഞ്ഞ കാര്യത്തെ പറ്റി അറിയുന്ന ഒരു വല്ലവരുണ്ടോ? രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ഇനി ഞാൻ വെളിപ്പെടുത്താനായിട്ടുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ രംഗപ്രവേശനം ചെറിയ പ്രഹരല്ല BJPക്ക് ഉണ്ടാക്കിയത്. തിരൂർ സതീശന്റെ വെളിപ്പെടുത്തല് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങിയില്ല. സതീശേട്ടൻ ഇരുന്നങ്ങ് മനസ്സ് തുറക്കാൻ തുടങ്ങി. ഈ സതീശനെ വിലയ്ക്ക് വാങ്ങിയത് ആരാണെന്നും സതീശൻ ആരുമായിട്ടൊക്കെയാണ് കോണ്ടാക്ട് ചെയ്തതെന്നും തിരിച്ചാരൊക്കെയാണ് സതീശനെ കോണ്ടാക്ട് ചെയ്തതെന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സതീശനെ കൊണ്ട് പറയിപ്പിക്കും. സതീശേട്ടാ, ശോഭേച്ചി പറയണു നിങ്ങൾ ആരോ പുഷ് ചെയ്തതാണെന്ന്. നിങ്ങളുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളോട് ഇതൊക്കെ വിളിച്ചു പറയാൻ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ശോഭ സുരേന്ദ്രൻ പറഞ്ഞിട്ട് വെളിപ്പെടുത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് മുന്നേ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി കേട്ടല്ലോ, നിങ്ങൾ എന്തൊക്കെയോ ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സതീശന്റെ പിറകിൽ ഞാനാണ് എന്ന് കണ്ടെത്തിയത് എന്ത് മാധ്യമധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്? സതീശേട്ടാ, ചേച്ചി പറഞ്ഞ പോലെ മാധ്യമങ്ങളാണോ ഇത് പറയണത്? അതോ ചേച്ചി ഇതിനെ കുറിച്ച് നിങ്ങളോട് വല്ല ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നോ?
എന്നോട് പറഞ്ഞു നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളോ. എന്ത് പറയാനാ പറഞ്ഞേ? നിങ്ങൾ ധൈര്യമായിട്ട് പറയണേ. ബിരിയാണി കിട്ടിയാലോ അതന്നെ സംഭവം, അല്ലാണ്ട് വേറൊന്നല്ല. ബിരിയാണിക്ക് വേണ്ടിട്ടാ? ബിരിയാണി എന്ന് പറഞ്ഞ എന്ത് ബിരിയാണി ആയിരിക്കും ചേച്ചി ഉദ്ദേശിച്ചത്? ബിരിയാണി കിട്ടാന്ന് പറഞ്ഞാൽ ബിരിയാണി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന്റെ മേലേക്കുള്ള ചുമതല കിട്ടാന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി. ഈ ഒരു വെടിക്ക് 2 പക്ഷിയും ബിരിയാണിയൊക്കെ കിട്ടുന്ന കാര്യങ്ങള് നിങ്ങൾ ഇതിനു മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന? ഞാൻ ഇവരോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇനി സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെയാണ് ഇനി നവംബർ ഡിസംബർ മാസങ്ങളിൽ, അതിനായിട്ട് മുന്നേ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കൊക്കെ കയറാൻ പറ്റും. ചേച്ചി കേട്ടല്ലോ, സതീശേട്ടൻ പറഞ്ഞ് ബിരിയാണി തരപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾ മൂപ്പരെ കണ്ടിട്ടുണ്ടായിരുന്നോ? ശോഭാ സുരേന്ദ്രനെ കാണാൻ എന്റെ വീട്ടിലേക്ക് സതീശൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ മൂപ്പരെ കാണാൻ പോയിട്ടില്ലേ? ഒരിക്കലും പോയിട്ടില്ല. ഉറപ്പാണല്ലോ? നീ മാറ്റി പറയോ? ഒരിക്കലും സതീശന്റെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. ഇത് കേട്ടപ്പോ തിരൂർ സതീശ് കുറച്ച് ഫോട്ടോസ് ആയിട്ട് വന്നു. സതീശേട്ടാ, ഈ ഒരു ഒറ്റ ഫോട്ടോ ഉള്ളോ അത് വേറെ ഫോട്ടോസ് ഉണ്ടാ? ശോഭ ചേച്ചി വേറൊരു ദിവസം നിൽക്കുന്ന ഫോട്ടോ ആണ് എന്റെ അമ്മയുടെ കൂടെ. ശോഭ ചേച്ചി അച്ഛന്റെ ഫോട്ടോ മാലിട്ടിട്ട് എന്തായാലും അവിടെ വെക്കില്ലല്ലോ. ഇത് പുറത്തു വന്നതിന് ശേഷമാണ് ചേച്ചി നമ്മളോട് മിണ്ടാണ്ടായത്. എന്ത് ചെയ്യും? ഇതിനെ കുറിച്ച് വേറെ ആർക്കെങ്കിലും വല്ലതും പറയണ്ട? ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കില്ല. എൻ്റെ സഹപ്രവർത്തകയെ, പാർട്ടിയുടെ നേതാവിനെ ഒരു കാരണവശാലും ആര് ഇവിടെ നിങ്ങൾ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒറ്റക്കെട്ടായി വന്ന് പറഞ്ഞാലും ഒരു തരിമ്പ് പോലും ഞാൻ വിശ്വസിക്കില്ല. ശോഭാ സുരേന്ദ്രന് ഇതിൽ ഒരു പങ്കുമില്ല. സതീശേട്ടാ, ഫോട്ടോ കണ്ടതിന് ശേഷം പിന്നെ ചേച്ചി നമ്മളോട് മിണ്ടണില്ലാന്നേ. അപ്പോ കുറച്ചുകൂടി നുണകളൊക്കെ തയ്യാറാക്കിട്ട് ഇരുന്നോട്ട് വരും. ശോഭ ചേച്ചിയുടെ പിണക്കത്തെ കുറിച്ച് പഠനം നടത്തി ഗോവിന്ദ മാഷ് വ്യക്തമായിട്ട് ഒരു ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. 24 പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. BJP ശരിക്കും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ആ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു മാധ്യമത്തെ വിലക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഇനി കൂടുതൽ തെളിവുകൾ ആവശ്യം വരുമ്പോ തിരൂർ സതീശേട്ടൻ പുറത്തുവിടുന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ തെളിവുകൾ പുറത്തു വരുമ്പോ ആരൊക്കെ ആരോടൊക്കെ മിണ്ടാതിരിക്കുന്നു കാത്തിരുന്ന് കാണാം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ വരാം. നന്ദി, നമസ്കാരം.